അവരൊക്കെ ആ വഴിക്ക് വരുന്നുണ്ട്. മാത്രമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾ, സമസ്ത കേരള ജമിയത്തുലമ ഇവിടെ നടപ്പാക്കിയ ആശയങ്ങൾ, അത് ദീനിന്റെ തനിമയാണല്ലോ. സമസ്ത ഒന്നും കടത്തിക്കൂട്ടിയിട്ടില്ലല്ലോ, ഉണ്ടോ? ഒന്നും കടത്തിക്കൂട്ടിയിട്ടില്ല. നേരെ മറിച്ച് മറ്റുള്ളവർ കൊണ്ടുവന്നത് മുഴുവൻ, ഇപ്പൊ വിഘടിതർ കൊണ്ടുവന്ന പുതിയ കാര്യങ്ങൾ പോലും പുതിയതാണ്. അതിലേക്ക് വരാം പിന്നീട്. അതൊക്കെ പുതിയതാണ്. അതിനൊക്കെ ഡേറ്റ് ഉണ്ട്, അവരെന്നെ പറയുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആധികാരിക വനിതാ പ്രസിദ്ധീകരണമായ പുടവ മാസിക അതിന്റെ വാർഷിക പതിപ്പിൽ സംബന്ധിച്ചു, കേരളത്തിൽ ആദ്യമായി പള്ളിയിൽ പോയ എടവണ്ണ ജമീല എന്ന് പറയുന്ന മഹിളാ രത്നം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആ മാതൃകാ സ്ത്രീ, വെള്ളാറമ്പാര ഖദീസക്കുട്ടി ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. നൂഹ് നബിന്റെ കാലത്തുള്ള ഒന്നുമല്ലല്ലോ, ആയിരക്കണക്കിന് വയസ്സുണ്ടായിട്ടൊന്നുമല്ല. അപ്പൊ 1930-കൾക്ക് ശേഷം 40-കളിലൊക്കെയാണ് ആദ്യമായി കേരളത്തിലൊരു പെണ്ണ് പള്ളിയിൽ പോയത് എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വനിതാ പ്രസിദ്ധീകരണം തന്നെ സമ്മതിക്കുന്നു. 50-ല് പള്ളിയിൽ പോയത്. അതുപോലെ ഖുതുബ പരിഭാഷ ഈ അടുത്ത കാലത്താണ് അവർ സമ്മതിക്കുന്നുണ്ട്. നേരെ മറിച്ച് സമസ്തയുടെ ആശയങ്ങൾ അതൊരു പ്രത്യേക ഡേറ്റിന് തുടങ്ങിയതല്ല. അത് പരമ്പരാഗതമായിട്ട് റസൂലുള്ളാഹിന്റെ കാലം മുതൽക്ക് ഇങ്ങനെ തുടങ്ങി മഹാന്മാരായ ഔലിയാക്കൾ, ആരിഫ്യങ്ങൾ, സാദാത്തുക്കൾ നിലനിർത്തി ഇങ്ങനെ പോകുന്നതാണ്. 1921 മുമ്പുള്ള അവസ്ഥയിലേക്ക് മടങ്ങുക എന്നാണ് സമസ്തയോട് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. 1921 മുമ്പുള്ള അവസ്ഥ എന്താ? നല്ല സമാധാനം, എവിടെ ഒരു കുഴപ്പമില്ലല്ലോ. ഒരേ പള്ളി, ഒരേ മദ്രസ, ഒരേ ആശയം, ഒരേ ഇമാമ്, ഒരേ ആദർശം, ഒരേ അനുഷ്ഠാനം, ഒരു കുഴപ്പമില്ല. അതിനുശേഷമാണ് പുതിയത് ഇങ്ങനെ വരാൻ തുടങ്ങിയത്. ആ പഴയത് തന്നെ നിലനിൽക്കണമെന്ന് അതിനുവേണ്ടിയാണ് സമസ്ത നിലനിൽക്കുന്നത്. നമുക്ക് തോന്നുന്ന സമസ്ത പുതിയതാണ്, അല്ല. അത് നമ്മൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതോട് നമ്മൾ പരാജയപ്പെട്ടതാ. പഴയതാണ് സമസ്ത. ഏതായാലും ഞാൻ പറഞ്ഞു വന്ന ഈ പറഞ്ഞ നേതാക്കളൊക്കെ സമസ്ത കേരള ജമിയത്തുലമയുടെ തുടക്കത്തിൽ മുശാവറ യോഗം കോഴിക്കോട് ചേരുമ്പോൾ ബഹുമാനപ്പെട്ട KV ഉസ്താദ് ഒരു പാത്രവും എടുത്തുകൊണ്ട് വലിയങ്ങാടിയിലെ അരിക്കച്ചവടക്കാരുടെ അടുക്കൽ ചെന്ന് കൈ നീട്ടി അരിക്കച്ചവടക്കാര് കൊടുക്കുന്ന അരിയെടുത്ത് കഞ്ഞി വെച്ചുകൊണ്ട് സമസ്തയുടെ മുശാവറ യോഗത്തിന് വന്ന ആലിമീങ്ങൾ ഒരു നേരത്തെ കഞ്ഞി കുടിച്ചിരുന്നു എന്ന് സമസ്തയുടെ ചരിത്രങ്ങളിൽ കാണാം. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളില്ലാത്ത കാലഘട്ടം, തക്ബീർ ചെല്ലാൻ അനുയായികളില്ലാത്ത കാലം, ഫോറിൻ വണ്ടികളില്ലാത്ത കാലം, മഹാന്മാരായ സമസ്തയുടെ ആലിമീങ്ങൾ കുണ്ടും കുഴിയും കുന്നും മലയും കയറി ഇറങ്ങിക്കൊണ്ടാണ് പള്ളി മദ്രസ ഉണ്ടാക്കിയത്. ബഹുമാനപ്പെട്ട ഐദ്രോസ് ഉസ്താദ് പറഞ്ഞൊരു കഥ ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്. കോട്ടക്കലങ്ങാടി എന്നൊരാളെ പരിചയപ്പെട്ടു. ഓമച്ചപ്പുഴ ഭാഗത്തുള്ള ഒരു കാരണം ഒരു കോഴി വിൽക്കാൻ വന്നതാ. അടയ്ക്കും കോഴിയൊക്കെ ഏറ്റ്. ആളോട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ പള്ളി ഉണ്ടോ? അയാൾ പറഞ്ഞു, പള്ളിയില്ല. അപ്പൊ അവിടെ നിസ്കരിക്കാൻ എവിടെ സമയം? ഒക്കെ പാടത്തെ ഇക്കാരം വൈകുന്നേരമാവും കയറി ഇറങ്ങി പിന്നാണ് കിടന്നുറങ്ങും. സുബൈന്റെ അടുത്ത് പോകുമ്പോൾ എവിടെ നേരം നിസ്കരിച്ചാന്ന് വെച്ച്. പിന്നെ കുറച്ചാൾക്കാരൊക്കെ നിസ്കരിച്ചു, ഒരു പെരിന്നൊക്കെ അങ്ങനെ നിസ്കരിച്ചു. അപ്പൊ ജുമയക്ക് 2 തോടും ആണ് കടന്നാൽ, 2 പാടാണ് കടന്നാൽ കുറച്ചപ്പുറത്തായ പള്ളിന്റെ അവിടെ ജുമയക്കും പോകുന്നതാണ്. ഉടനെ ബഹുമാനപ്പെട്ടവർ ചിന്തിക്കുകയാണ്, ആ നാട്ടിലൊരു പള്ളിയില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരുമല്ലോ. അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു ഡേറ്റ് പറഞ്ഞ്, ഞാൻ ആ ദിവസം അവിടെ വരാം, നിങ്ങൾ അവിടെ ഉള്ള കുറച്ച് കാരണന്മാരെ പീഡിയ കൊലയിൽ ഒരുമിച്ച് കൂട്ടണം, ഒരു ചായപ്പീടി ഉണ്ട് എന്നാണ് പോലെ ഓരപ്പീഡിയ, അവിടെ ഒരുമിച്ച് കൂട്ടണം എന്ന് പറഞ്ഞു. നിശ്ചയിച്ച ദിവസം ഐദ്രോസ് ഉസ്താദ് പോവുകയാണ്. പരിചയമില്ലാത്ത ആ നാട്ടിലേക്ക് ചൂട്ടുപിടിച്ച് മഴ പെയ്യുന്ന ആ കാലത്ത് തോടും പാടവും നീന്തി ചൂട്ടും പിടിച്ച് ചെന്ന് നോക്കുമ്പോൾ പരിചയമില്ലാത്ത ആ നാട്ടിൽ അന്വേഷിച്ച് ചെന്നപ്പോൾ കോട്ടക്കലങ്ങാടി നിന്ന് ഏൽപ്പിച്ച ആളെ പോലും കാണുന്നില്ല. അയാളെന്നത് വലിയ താടിലൊരു മൂല്യർ എന്താ പറഞ്ഞെന്ന് ബേജാറായിട്ട് അയാൾ ആരോടും പറഞ്ഞിട്ടില്ല. അയാളന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് നിരാശപ്പെട്ടില്ല. അവിടെയുള്ള ആ ചായ മക്കാനിയിൽ പോയി അവിടുത്തെ കാരണന്മാരൊക്കെ അന്വേഷിച്ചു. അവരെ വീട്ടിൽ പോയി വിളിച്ചുണർത്തി. രാത്രി 10-10:30 മണി വരെ നടന്ന് 3-4 കാരണവന്മാരെ കണ്ട് മറ്റൊരു ഡേറ്റ് നിശ്ചയിച്ചു. മടങ്ങിപ്പോന്നു. വീട്ടിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഏതെങ്കിലും അങ്ങാടിയിൽ പീഡിക കൊലയിലൊക്കെ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ആ നിശ്ചയിച്ച ദിവസം ബഹുമാനപ്പെട്ട KV ഉസ്താദിനെയും കൂട്ടി അവിടെ ചെന്നു. ആ നാട്ടുകാരോട് മഹലിലൊരു പള്ളി ഉണ്ടാക്കുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവിടെയുള്ള ഒരു കാരണവര് ഒരു സ്ഥലം വഖഫ് ചെയ്തു. അന്ന് ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാകും, മുതലാളിമാർക്കൊക്കെ അതിൽപ്പെട്ട ഒരു സ്ഥലം ഒരു മുതലാളി വഖഫ് ചെയ്തു. ബഹുമാനപ്പെട്ട ഐദ്രോസ് ഉസ്താദും KV ഉസ്താദും MM ബഷീർ ഉസ്താദ്, അങ്ങനെയുള്ള പ്രഗത്ഭരായ അന്നത്തെ പ്രൗഢോജ്വല പ്രസംഗകരായ ആലിമീങ്ങള് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന വയലുകൾ പറഞ്ഞു കൊടുത്ത് അവിടെയുള്ള പാവപ്പെട്ട സ്ത്രീകൾ അവരുടെ ആഭരണങ്ങൾ സംഭാവന ചെയ്ത് തെങ്ങും കമുങ്ങും അതുപോലെ വയലുകളുമൊക്കെ പറമ്പുകളുമൊക്കെ കാരണവന്മാർ വഖഫ് ചെയ്ത് വീടുകളിൽ തൂക്കരി വെച്ച് അത് സ്വരൂപിച്ചുകൊണ്ട് ആ നാട്ടിൽ പള്ളി ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ ദർസ് തുടങ്ങുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു. ദർസ് തുടങ്ങി. അതുപോലെ അവിടെ മദ്രസ ഉണ്ടാക്കുന്നതിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു കൊടുത്തു. അവിടെ മദ്രസ ഉണ്ടാക്കി. ഇത് കേരളത്തിലെ ഒരു ഓമച്ചപ്പുഴ ഭാഗത്തുള്ള ഒരു മഹലിന്റെ മാത്രം കഥയല്ല.
കേരളത്തിലെ മുഴുവൻ മഹല്ലുകളിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കഴിഞ്ഞകാല ഉസ്താദന്മാർ, ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദിനെ പോലെയുള്ള KK ഉസ്താദിനെ പോലെയുള്ള മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, ശംസുൽ ഉലമ വാണിയമ്പലം ഉസ്താദ് അടക്കമുള്ള ഹസൻ മുസ്ലിയാർ അടക്കമുള്ള പ്രഗത്ഭരായ ആലിമീങ്ങൾ, ക്ഷീണിതരായ രോഗികളായ ഉസ്താദന്മാർ ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ലാത്ത ഓടി നടന്നുകൊണ്ടാണ് ഈ നേട്ടം കേരളീയ മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കിയെടുത്തത്. മഹാനായ ശംസുൽ ഉലമ ശൈഖുനാ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹു സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയ കാലത്ത് UAE വന്നപ്പോ അബുദാബിയിൽ വെച്ച് ഇവിടുത്തെ അബുദാബി UAEയുടെ ഔഖാഫ് ഔദ്യോഗികമായി നൽകിയ വിരുന്നിൽ ബഹുമാനപ്പെട്ട അന്നത്തെ ഇഷാമുൽ ബുർഹാനി പറഞ്ഞല്ലോ, ശൈഖുന ശംസുൽ ഉലമ നടത്തുന്ന പോലെയുള്ള ഒരു വൈജ്ഞാനിക വിപ്ലവം അതൊരു മാതൃകയാണ്, അതുപോലെ ഉണ്ടാക്കാൻ ഞങ്ങൾക്കാർക്കും കഴിഞ്ഞിട്ട് അറബ് രാജ്യങ്ങൾക്ക് പോലും കഴിയില്ല എന്ന് അറബ് രാജ്യ പ്രതിനിധികൾ സമ്മതിച്ചിട്ടുണ്ട്. റാബിത്തുൽ ആലമിൽ ഇസ്ലാമിയുടെ അണ്ടർ സെക്രട്ടറി ബഹുമാനപ്പെട്ട നമ്മുടെ SVSന്റെ സംസ്ഥാന സെക്രട്ടറി ആലിക്കുട്ടി ഉസ്താദിനോട് സമ്മതിച്ചിട്ടുണ്ട്. ചെറിയ കാര്യമല്ല. അറബ് രാജ്യങ്ങൾക്ക് പോലും കേരളത്തിലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തുന്നത് പോലുള്ള ഒരു വൈജ്ഞാനിക വിപ്ലവം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോയി നോക്കിയാൽ അതിമനോഹരമായ ആയിരങ്ങളും ലക്ഷങ്ങളും കോടികളും വിലമതിക്കുന്ന അറബിക് കോളേജുകളും യതീംഖാനകളും പള്ളികളും മദ്രസകളും നമുക്ക് കാണാൻ കഴിയും. ഇതൊന്നും ജനകീയാസൂത്രണ ഫണ്ടോ MLAയുടെ MP യുടെ ഫണ്ടല്ല. പാവപ്പെട്ട മുസ്ലിം ഉമ്മത്ത് അവര് നൽകുന്ന ചില്ലിക്കാശുകൾ സ്വരൂപിച്ചുകൊണ്ടാണ് അത് ഉണ്ടാക്കിയത്. കേരളീയ മുസ്ലിങ്ങൾ വിദേശ നാടുകളിൽ എവിടെയുണ്ടോ അവരൊക്കെ അവരുടെ നാട്ടിലെ ദീനി സംരംഭങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും വേണ്ടി അകമഴിഞ്ഞ് സഹായിക്കുന്നു. ഈ ഒരു ബോധം സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തത് ഞാൻ ഇതുവരെ പറഞ്ഞു വന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രഗത്ഭരായ ഉസ്താദന്മാർ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ്. അവർ സമസ്ത കൊണ്ട് ജീവിച്ചവരല്ല, സമസ്തയ്ക്ക് വേണ്ടി ജീവിച്ച് മരിച്ചവരാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരിക. അങ്ങനെ നേടിയെടുത്ത നേട്ടങ്ങളാണിത്. അന്നൊന്നും പുതിയ ചില ആളുകൾ സമസ്തയുടെ മൊത്തം അവകാശികളായി വന്ന ആളുകളൊന്നും രംഗത്തില്ല. ഇനി ഞാൻ ആനുകാലിക വിഷയങ്ങളിലേക്ക് വരികയാണ്. 1966 സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്കെതിരിൽ അഖില കേരള ജമിയത്തുൽ ഉലമ എന്നൊരു സംഘടന കേരളത്തിൽ ഉടലെടുത്തു. 65-66 കാലഘട്ടങ്ങളിൽ അഖില കേരള ജമിയത്തുൽ ഉലമ ഉടലെടുത്തു. അഖില കേരള ജമിയത്തുൽ ഉലമയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നയപരിപാടികളെയും അതിന്റെ ഉസ്താദന്മാരെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് അതിന്റെ ഒരു പത്രമായാൽ ജമിയത്ത് മാസിക, ആ ജമിയത്ത് മാസികയുടെ പത്രാധിപരുമായിരുന്നു വിഘടിത സമസ്തയുടെ ഇന്നത്തെ നേതാവ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. അപ്പൊ അദ്ദേഹത്തിന് പ്രവർത്തന പാരമ്പര്യമുണ്ട്. അതുകൊണ്ടുള്ള സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും പത്രാധിപരുമായിരുന്നു. അങ്ങനെ സമസ്തക്കെതിരെ ലേഖനങ്ങൾ എഴുതുന്ന പത്രത്തിന്റെ പത്രാധിപർ ചില പ്രഗത്ഭരായ ആലിമീങ്ങളൊക്കെ അഖിലയിൽ ഉണ്ടായിരുന്നു. അഖില കേരള ജമിയത്തുൽ ഉലമായുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിക്കൊണ്ട് പ്രവർത്തിച്ചു. കുറച്ചു കാലേ സംഘടന നിലനിന്നുള്ളൂ. കുറ്റിച്ചിറയിൽ വെച്ച് നടന്ന സമസ്തയുടെ ഒരു സമ്മേളനത്തിൽ സാധാരണ സൗമ്യമായി പ്രസംഗിക്കാറുള്ള ബഹുമാനപ്പെട്ട പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ പെട്ടെന്ന് മുഖം ചുവന്ന് ക്ഷുഭിതനായി ശബ്ദമുയർത്തിക്കൊണ്ട് പ്രസംഗത്തിൽ പറഞ്ഞു, ഇവിടെ അഖിലയും വേണ്ട കൊകിലയും വേണ്ട, അഖില അകലപ്പോട്ടെ എന്ന് പറഞ്ഞു. ആ പ്രസംഗത്തിന് ശേഷം പിരിച്ചു വിടാൻ പോലും ആളില്ലാത്ത വിധം ആ സംഘടന നാമാവിശേഷമായി പോയി. ഇന്ന് അഖിലായിരുന്നു പറഞ്ഞ ഒരു നാണക്കേട് അതിന്റെ ആൾക്കാർക്ക്. ആ രൂപത്തിൽ നശിച്ചുപോയി. ഈ നശിച്ചു പോയപ്പോ അദ്ദേഹം പിന്നെ തന്ത്രപരമായി സമസ്തയിലേക്ക് ചുവട് മാറ്റി കയറി വന്നു. ഇതിന്റെ പശ്ചാത്തലം പറയും. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ മുഷാവറ മെമ്പറായിരുന്ന നിഷ്കളങ്കനായിരുന്നു. നമ്മുടെ നേതാക്കളൊക്കെ അങ്ങനെയാണല്ലോ. ബഹുമാനപ്പെട്ട നാട്ടിയ ഉസ്താദിന്റെ ഭാഷയിൽ നമ്മളെ ഉസ്താദന്മാരൊക്കെ സ്വർഗത്തിലേക്ക് മുന്നിലാണ് പോകാൻ പറ്റും. ഒരു വിചാരണയൊന്നും ഇല്ലാതെ ഒത്തിരി പാവങ്ങളാണ്. പക്ഷെ സംഘടനയുടെ ചില തന്ത്രങ്ങളൊന്നും വളഞ്ഞ വഴിയൊന്നും നമ്മൾ ഉസ്താദന്മാർക്ക് ഓലമായിരുത്തന്നെ എല്ലാവരും വിചാരിക്കരുത്. അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാരോട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് സമസ്തയിൽ ചേരാൻ ആഗ്രഹമുണ്ട്. അദ്ദേഹം സമസ്തയുടെ ആലിമീങ്ങളോട് പറഞ്ഞു. നമ്മൾ ഉസ്താദന്മാര് പറഞ്ഞു നല്ലൊരു സംഘാടകനാണ്, പ്രവർത്തകനാണ്, ആയിക്കോട്ടെ. അങ്ങനെ 1974 പാലക്കാട് വെച്ച് ജന്നത്തുൽ ഉലൂമിൽ വെച്ച് ചേർന്ന സമസ്ത മുഷാവറ യോഗത്തിൽ വെച്ചുകൊണ്ട് ഇദ്ദേഹത്തെ മുഷാവറയിലേക്ക് എടുത്തു. 1974 ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും കോട്ടുമൽ ഉസ്താദ് 51 വന്നു. KV ഉസ്താദ് 54 വന്നു. ഹൈദറൂസ് ഉസ്താദും ബഷീർ ഉസ്താദൊക്കെ 50കളുടെ അവസാനത്തിൽ വന്നു. ഇങ്ങനെ നമ്മുടെ ഉസ്താദന്മാരൊക്കെ 50കൾ മുതൽ 60കളിലൊക്കെ സമസ്തക്ക് വേണ്ടി പൊരുതുകയാണ്. 74 ഇദ്ദേഹം സമസ്തയിലേക്ക് കയറി വന്നു. അതിന്റെ 1-2 വർഷം മുമ്പ് SVSലും വന്നു.